പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം ഇടയാർ നാരകത്തറ ക്ഷേത്ര കലവറയിൽ തീപിടുത്തം. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. ആളപായമില്ല എന്നാണ് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ക്ഷേത്രത്തിൻ്റെ കലവറയിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. തിരുവനന്തപുരം ഇടയാർ നാരകത്തറ ക്ഷേത്ര കലവറയിൽ ആണല്ലോ ഈ അഗ്നിബാധ. കൂടുതൽ വിവരങ്ങൾ ശ്രീനന്ദ. വിനോദ്, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രാത്രി 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം തിരുവല്ലം ഇടയാർ നാരകത്തറ ക്ഷേത്രത്തിലെ സമീപത്തുള്ള ക്ഷേത്രത്തോട് ചേർന്നുള്ള നാലുകെട്ടിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് ആകാമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. തീ പെട്ടെന്ന് തന്നെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു നാലുകെട്ട് നിർമ്മിച്ചിരിക്കുന്നത് തടി കൊണ്ടാണ്. പഴയൊരു നാലുകെട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം തീ പടരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഫയർഫോഴ്സ് സ്ഥലത്തെത്താൻ കുറച്ച് വൈകി എന്നാണ് നമുക്ക് അവിടെ ഉള്ള നാട്ടുകാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. കാരണം അവിടുത്തെ വഴി എന്ന് പറയുന്നത് വളരെയധികം ചെറിയൊരു പാലത്തിൽ കൂടെയാണ് ഈ ഒരു ഫയർഫോഴ്സിന് എത്തിപ്പെടേണ്ടത്. ആ ഒരു വഴിയിൽ കൂടെ പോകുക എന്ന് പറയുന്നത് വളരെ വിസ്തരം പിടിച്ചൊരു പാതയാണ്. തിരുവല്ലം ഇടയാർ ദ്വീപിനകത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. പക്ഷേ തീ നിയന്ത്രണ വിധേയമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകൾ ഒന്നും തന്നെ നാലുകെട്ടിനകത്തില്ല എന്ന് നമുക്ക് ഒരു പ്രാഥമികമായൊരു വിവരം മാത്രമാണ്. ആളപായം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തീ ഇപ്പോൾ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വളരെ വലുതായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ആളപായം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ പറയാൻ സാധിക്കുന്നത്. ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തടിയും നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഫയർഫോഴ്സിന്റെ അധീനതയിൽ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ അത്രത്തോളം വെള്ളവും അതുപോലെ തന്നെ മറ്റ് എക്യുപ്മെന്റ്സും ഒക്കെ തന്നെ എത്തിച്ചാൽ മാത്രമേ കൂടുതൽ ഇതായ രീതിയിൽ ആ ഒരു തീ നിയന്ത്രണ വിധേയമാകാൻ സാധിക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെന്താ ഒരു കാര്യം കൂടി, ഈ ക്ഷേത്രത്തിന്റെ കലവറ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു കെട്ടിടം തന്നെ ആയിരിക്കുമല്ലോ. അതപ്പോൾ ഈ അഗ്നിബാധ ക്ഷേത്രത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ടോ? അത് നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നാണോ? കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ ശ്രീനന്ദ? വിനോദ്, ക്ഷേത്രത്തിനോട് ചേർന്നവരാണ്. പക്ഷെ എന്നാലും ക്ഷേത്രത്തിന് കേടുപാടുകളൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലും വ്യക്തത ഒന്നും തന്നെ വന്നിട്ടില്ല. ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു കലവറയാണിത്. നാലുകെട്ടാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ്. എന്തായാലും തടിയും മറ്റുള്ളതും കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തെങ്കിലും വഴിയാണോ ഈ തീ പടർന്നിട്ടുള്ള എന്നത് കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അമ്പലത്തിന് യാതൊരു കേടുപാടുകളും ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് വേണ്ടി വരുമെന്നാണ് അവിടെയുള്ള നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ഫയർഫോഴ്സുകൾ മറ്റിടത്തു നിന്നുള്ള ഫയർഫോഴ്സുകൾ എല്ലാം തന്നെ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ എത്തിച്ചേരാനുള്ള പാത എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ചൊരു പാതയാണ്. ആ ചെറിയൊരു വഴിയിൽ കൂടെ വേണം ഈ ഒരു ഫയർഫോഴ്സിന് അവിടെ എത്തിപ്പെടാൻ. ആ ഒരു എത്തിപ്പെടാനുണ്ടായ ഒരു സമയതാമസവും ഈ തീ പടരാനുണ്ടായ ഒരു കാരണത്തിന് വളരെയധികം കാരണമായി നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. എന്തായാലും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ നൽകാൻ സാധിക്കൂ. ശ്രീനന്ദ, തുടർ വാർത്തകളിലും ഇതിന്റെ വിശദാംശങ്ങൾ നൽകുക. തിരുവനന്തപുരം ഇടയാർ നാരകത്തറ ക്ഷേത്ര കലവറയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.